ഹലോ ഗൈസ്, സ്പിന്നിംഗ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ. നമ്മളിന്ന് വന്നേക്കണ ഒരു ന്യൂ സ്പോട്ടിലാണ്ടാ. കണ്ട നല്ല കാറ്റാടി മരങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞ നല്ല കിടിലം ബീച്ച് ഓഫ് ഡേ ഒക്കെ വന്ന് തകർക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഗൈസ്, നമ്മളിന്ന് സീ ഫിഷിംഗ് ആട്ടം നടത്തണം. നമ്മുടെ കൂടെ ബെന്നപ്പനാണുള്ളത്. ബെന്നപ്പൻ്റെ ഫ്രണ്ടിൽ പോകണ്ടട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരായ കിച്ചപ്പനും കുമാർജിയും കുഞ്ഞിക്കണ്ണനൊക്കെ വന്നിട്ടുണ്ട്. അവർ പുറകെ വണ്ടിക്ക് വരുന്നുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാട്ടോ. ഇവിടെ സീ വാളൊന്നും ഇല്ലാത്ത തരം നമുക്ക് സുഖമായിട്ട് നടന്ന് കയറി പോവാട്ടോ. തിരമാലകൾ ഏകദേശം കുറവുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ വന്നേക്കണം. കടലൊക്കെ നല്ലോണം കലയും കിടക്കേണ്ട, മഴക്കാരുണ്ട്. അവിടെ ഒരു കിടലിനൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കൊണ്ടുപോയി ബാഗും നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. മഴക്കോട്ട് നമ്മൾ രണ്ടെണ്ണം കവറിലാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ നനഞ്ഞ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് റോഡും റീലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. ഇതാണ്ട നമ്മുടെ റോഡ് രണ്ടെണ്ണം. ഇതിൻ്റെ കമ്പനി വരുന്നത് ലുക്കാനഡ ബ്ലാക്ക് റിവറും പിന്നെ ഡൈവഡ ഫാൻറ്റം ക്യാറ്റ് ഫിഷും ഉണ്ടാ. രണ്ടും 9 ഫീറ്റ് റോഡുകളുണ്ടാ. അപ്പോൾ ബെന്നപ്പൻ്റെ റോഡിൽ റീല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലീഡർ ലൈൻ കാണിച്ചു തരട്ടെ. ഇതാണ്ട നമ്മുടെ ലീഡർ ലൈൻ. ഇതിൻ്റെ അകത്ത് 50ൻ്റെ ചെറിയൊരു ഈവൺ നമ്മൾ കിട്ടിയാണ്. പിന്നെ ഹുക്ക് നമ്മൾ 5 സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 17ൻ്റെ ചെറിയ ഹുക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. ഇനി നമുക്കിത് ഇര കൊടുത്തട്ടെ. ഇരയായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കണം കക്കറിച്ചാണ്ട് ഗൈസ്. പിന്നെ കുറച്ച് ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടും ഇട്ടോ കയ്യിലാണ്. നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഹുക്കിൽ കക്കറിച്ച് കോർക്കേണ്ട. ഫസ്റ്റ് അപ്പം അതേ കാസ്റ്റ് ചെയ്യാൻ പോകണം നമ്മുടെ ബെന്നപ്പനുണ്ട്. അതേ ബെന്നപ്പൻ ചൂണ്ട കൊണ്ട് പോകുന്നുണ്ട്. അതേ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ടാകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കക്കറിച്ച് കയറാൻ നല്ല റിസൾട്ട് ഉണ്ടാവും ചാൻസ് ഉണ്ട് കേട്ടോ. അതേ ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. വേണ്ട കതിരാനാണ്ട. അത്യാവശ്യം വലിപ്പമുള്ള കതിരാനാണ് നമുക്ക് കിട്ടിക്കണം. നമ്മുടെ കൂട്ടുകാരന്മാരെ കുഞ്ഞിക്കണ്ണനും കിച്ചപ്പനും കുമാർജിയൊക്കെ എത്തിയിട്ടുണ്ട്. അതേ കുമാർജി ഏറ് ചൂണ്ടായിട്ടിടണ. അതേ ഫസ്റ്റത്തെ കാസ്റ്റീനാണ്. ഇവിടെ കല്ലൊന്നുമില്ലാത്ത ഏരിയ കൊണ്ട് തന്നെ നമുക്ക് ഏറ് കൊണ്ടൊക്കെ ധൈര്യമായിട്ട് കാസ്റ്റ് ചെയ്യാട്ടോ. ഉടക്കിൻ്റെ ഒരു പ്രശ്നം വരില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ കുറച്ച്. നമുക്ക് അക്കറിച്ച് ഞാൻ യൂസ് ചെയ്യണം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുമാർജി ഇവിടെ മീനിന് വേണ്ടിയുള്ള സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്ടാ. ദേ ഏറ് ചൂണ്ടയിൽ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ടാ. നമ്മുടെ കുമാർജിക്കാണ്ട് അടിച്ചേക്കണം. എന്തൊരു മീനാണെന്ന് നമുക്ക് നോക്കാം. കൂരിയാണ് ഈസ്. വീണ്ടും നമുക്ക് കൂരിന് കിട്ടിയേട്ടാ. വേണ്ട മുട്ടക്കൂരിയാണെന്നോണ്ടാ. വയറൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. എന്തായാലും കലക്കേട്ടാ. ഇനി നമുക്ക് അടുത്ത ചൂണ്ടക്കാരിലോട്ട് പോവാം. അതെ കുഞ്ഞിക്കണക്കിട്ടിലിൻ്റെ ഹുക്കപ്പ് കൊടുത്തിട്ടുണ്ട് ഈസ്. എന്തോ മീനുണ്ടെന്നാന്ന് തോന്നാം. എന്തിനാണ് നമുക്ക് നോക്കാട്ടാ. അതെ കൂരി തന്നെയുണ്ട് ഈസ്. അതേ ടൈപ്പുള്ള കൂരിന്. കൂരി ചെറവറാന്ന് പറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുമാർജി ആ ഗ്യാപ്പിൽ വീണ്ടും ഒരു കൂരിനടിച്ച് കയറ്റിയായിരുന്നേട്ടാ. അടക്കിടിലും സ്ട്രൈക്കാണ്ട് കൂട്ട. വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും പടപടാന്ന് പറഞ്ഞ് കിട്ടണ്ട്. അപ്പോൾ വീണ്ടും ഇര കോർത്തിട്ട് ഇതേ കുമാർജി അടുത്ത മീനിന് വേണ്ടി ചൂണ്ടെറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചപ്പനും ഇതേ ഏറി കൊണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതേ കാസ്റ്റ് ചെയ്യാൻ പോണേട്ടാ. അറിയാൻ ഇതേ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ ഈയത്തിൻ്റെ ഒപ്പം ചൂണ്ടയാൻ പോടണം കേട്ടോ. കടലോട്ട് പോയാ ഒരു കണക്കിന് നമ്മതേ ചൂണ്ട ഇറങ്ങി എടുത്തിട്ട് അതിൻ്റെ ഒപ്പം നമുക്ക് ബോണസായിട്ടൊരു കതിരാനും കിട്ടിയിട്ടാ. അല്ല കിട്ടില്ല കതിരാൻ. നമ്മുടെ ബെന്നപ്പനും അതേ അരിയെ തന്നെ ഒന്ന് ചൂണ്ടിടണം കേട്ടോ. ഇത് ബെന്നപ്പനും എന്തോ അടിച്ചേർന്ന് തോന്നുന്നുണ്ട്. ഇത് കതിരാൻ തന്നെ കേട്ടാ. 2 കതിരാൻ നമുക്ക് അടുപ്പിച്ചിട്ട് കേട്ടാ. ഉണ്ടാ ചെറിയ ടൈപ്പാണ്. എന്തൊക്കെയായാലും കിടിലൻ ടേസ്റ്റുള്ളൊരു മീനാണ്ട് ഈ കതിരാൻ. നമ്മുടെ കുമാർജിത് ഇവിടെ ഈർ ചൂണ്ടൽ ലൈനും പിടിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പാണ്ട്. അടുത്ത മീനെ പൊക്കാനുള്ള വെയിറ്റ് കാര്യമായ നിരീക്ഷണത്തിലാണ്ട പുള്ളിക്കാരൻ. ഇതൊന്നും നോക്കണ്ട. മീൻ കൊത്തിക്കഴിഞ്ഞാൽ പവർഫുൾ ഹുക്കപ്പായിരിക്കുള്ളൂ. ഇതേ നമ്മൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ കുമാർജിക്ക് മീൻ അടിച്ചിട്ടുണ്ട് ഐസ്. കതിരാനാണെന്ന് നോക്കാം. കതിരാനല്ല ഐസ്, കൂരിയാണ്. എടാ ചെറിയ ടൈപ്പ് കൂരിയാണ്. ഈ ടൈപ്പുള്ള കൂരിനെ നമുക്കിപ്പോൾ കുറച്ചെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ അടുത്ത് നമ്മുടെ കുഞ്ഞിക്കണ്ണനൊരു മീൻ അടിച്ചിട്ടുണ്ട് ഐസ്. എന്തിട്ടാണെന്ന് നോക്കാം. നല്ല ലോങ്ങി നാണ്ട കയറി തന്നെ നല്ല സ്പീഡായിട്ട് റിഡ്രൈവ് ചെയ്യേണ്ട കുഞ്ഞിക്കണ്ണൻ. എന്തിട്ടാണ് നോക്കട്ടെ. കതിരാനായാൽ മതിയായിരുന്നു. കതിരാൻ നമുക്കിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കൂരിയാണ് കൂടുതലും കിട്ടിയാണ്. കയറുന്നുണ്ട്. കൂരിയാണ് ഈസ്. കൂരിയാണ്. വീണ്ടും നമുക്ക് കൂരിനാണ്ട് കിട്ടിയാണ്. നമുക്ക് കിട്ടിയണം കൂരിയിലും കതിരാനിലും ഇപ്പോൾ ലീഡ് ചെയ്യണം കൂരി തന്നെ ഉണ്ടാ. ഏറ്റവും കൂടുതൽ കൂരിനാണ് കിട്ടിയണം. ഇത് കിച്ചപ്പനും കുമാർജി ഇവിടെ ഏറി കൊണ്ടിട്ട് വെച്ചേക്കാണ്. കുമാർജിക്ക് എന്തോ അടിച്ചിടണമെന്നുണ്ടോ. വലിച്ച് കയറ്റുണ്ട് നോക്കാം. കിട്ടി മോനെ. വീണ്ടും കൂരി. ഈ കൂരികളെ കൊണ്ട് നമ്മുടെ ബോക്സൊക്കെ നിന്ന് അറിയോട്ടാ. ഇപ്പം ചെറുതായിട്ട് കൊത്തൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. കുഞ്ഞിക്കണ്ണൻ്റെ അവിടെ ലോങ്ങിൽ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. കുമാർജി അവിടെ തന്നെ ഉണ്ട്. എന്തോ മീൻ അടിച്ചാറണ്ട കുമാർജിക്ക്. ഇതേ ചൂണ്ട വലിച്ച് കയറ്റാണ്ട് ഞാൻ പോയി നോക്കാട്ടാ. അതെ സീ മാറിയട്ടെ ഗൈസ്. കൂരിയുടെ സൈസൊക്കെ മാറിയിട്ടുണ്ട്. നല്ല ചെക്കിട്ടൊരു കൂരിനായിട്ട് അടിച്ചാണ് നമുക്ക്. കണ്ട ഇത് കുമാർജി ചൂണ്ടല്ലല്ല. ഇത് കുമാർജി ചൂണ്ടലല്ല ടൈസ് അടിച്ചേക്കണ. ഇത് കിച്ചപ്പൻ ചൂണ്ടലാണ് അടിച്ചേക്കണം. ചൂണ്ടയും വലിക്കാണ്ട് നിൽക്കേണ്ട ഒരാൾ. ഈ കൂരിയുടെ ശരിക്കും മുതലാളി ഇതാണ്ടാ. കുഞ്ഞിക്കണ്ണ ലോങ്ങി പോയി കാസ്റ്റ് ചെയ്ത് ഇത് ചവർക്കേട്ട് വന്നേട്ടാ.
ഫിഷിങ് നമ്മുടെ ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട് ഗൈസ്. ഇത് കുമാർജിക്ക് എന്തോ അടിച്ചിടണട്ടാ. കുമാർജി താർത്തുകൊണ്ടിരിക്കുന്നത് കുമാർജിക്ക് കതിരാനെ കിട്ടി ഗൈസ്. അങ്ങനെ കൂരിന്നൊരു മാറ്റം സംഭവിച്ച് നമ്മുടെ കതിരാനിലോട്ട് കടന്നിരിക്കണട്ടാ. ഇപ്പം നേരം ഏകദേശം സന്ധ്യ ഗൈസ്. നമുക്ക് കിട്ടിക്കണം മീൻ കാണിച്ചു തരാട്ടാ. എല്ലാം ബോക്സിൽ കിട്ടുന്നുണ്ട്. കണ്ടാ കൂരി കതിരാൻ ഉണ്ടാ. ഇവന്മാരെയൊക്കെ പുറത്തെടുക്കട്ടെ, എന്നാലും മര്യാദ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. കമൻറ്റ് കിട്ടോട്ടാ.